ഇന്ന് നമുക്ക് പോസ്റ്റിംഗ് എവിടെയാണ്? ഇവർ രണ്ടൊരു മാസ്ക് വെച്ചേക്കുന്നത്. മാസ്ക് മാറ്റി ഇവരുടെ ഫേസ് ഞാൻ കാണിച്ചു തരാം. ബ്ലഡ് ബാങ്കിൽ 3 പേർക്കാണ് പോസ്റ്റിംഗ് അടുത്ത ദിവസം. മാസ്ക് മാറ്റിയിട്ട് ഫേസ് റിവീൽ. ഇത് ആൽബിൻ കെ രാജു, ആർഷ അനിൽകുമാർ, ആർഷ. അപ്പോൾ നമുക്കിവിടെയാണ് പോസ്റ്റിംഗ്. ഇവിടെ വേറെ ചെരുപ്പ് ഇടണം, പുറത്തിരുന്ന ചെരുപ്പ് ഇട്ടൂടാ, സ്ലിപ്പേഴ്സ് ഇടണം. പിന്നെ ഇവിടെ വേറെ പണിയൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ഇവിടെ ബ്ലഡിന് ആൾക്കാർ ഡൊണേഷന് വന്നാൽ മാത്രം പണിയുണ്ട്, അല്ലെങ്കിൽ പണിയൊന്നുമില്ല. ഇവിടെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചപ്പൽ. സാധാ ചപ്പൽ മതി, വില കുറഞ്ഞ ചപ്പൽ. ഇവിടെ വെറുതെ നിൽക്കുക. ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടുത്തെ സിസ്റ്റർ ജി വന്നിട്ടില്ല. ഇനി കുറച്ച് നേരം ഇങ്ങനെ വെറുതെ നിൽക്കണം. വെയിറ്റിങ്ങിലാണ്. ഗൈസ്, നമ്മൾ വെയിറ്റ് നോക്കുകയാണ്. ഇവിടെ കുറേ നാളായി. ഞാൻ 55 കിലോ ഉണ്ട്. ഇവിടെ ഓരോരുത്തരായിട്ട് വെയിറ്റ് നോക്കും. നമുക്ക് ആൽബിൻ എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. നോക്കി ആർഷ എത്ര ഉണ്ടവൻ? നോക്കട്ടെ, ഞാൻ നോക്കാം. ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ നോക്കാം. അതെ, ആൽബിൻ കെ രാജുവിന് 58 കിലോ ഉണ്ട്. ആർഷ നേരത്തെ നോക്കി, അവൾക്ക് 56 കിലോ. അതെ, ഇപ്രായത്തിൽ ഇത്രയും വെയിറ്റ് വേണം. വെയിറ്റ് കുറവാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആവും, കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും. ഇത്രയും വെയിറ്റ് കുഴപ്പമില്ല. ഉള്ളിൽ ചെറുതായിട്ട് കാണിച്ചു തരാം ഞാൻ. ഇവിടെയാണ് ബ്ലഡ് എടുക്കുന്നത്. എന്നാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അല്ലാതെ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നതല്ല, ബ്ലഡ് ഡൊണേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇവിടെ നടക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോസ്റ്റിങ്ങിന് വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. നോക്കാം. പിന്നെ ഇവിടെ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ്മെൻറ്റിന് ജ്യൂസും വേറെന്ത് കിട്ടും? ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് കിട്ടത്തില്ല, കാരണം നമ്മൾ ബ്ലഡ് കൊടുക്കുന്നില്ലല്ലോ. നമുക്കിനി ഒരു സ്റ്റോറി പറയാം. പണ്ട് ഞാനും ആൽബിനും ആർഷയും ബ്ലഡ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബ്ലഡ് എടുത്തില്ല. കാരണം നമ്മൾ വരുന്നതിന് മുന്നേ ഇവിടെ ഒരു ഡോക്ടേഴ്സ് റൂമുണ്ട്, കാണുന്നല്ലോ. പിന്നെ ഒരു എക്സാമിനേഷൻ റൂം അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ HB നോക്കും, നമ്മൾ പ്രീവിയസ് ഡേയിൽ എത്ര നേരം ഉറങ്ങിയെന്ന് നോക്കും. പിന്നെ എന്ത് നോക്കും? ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ പാസ്റ്റ് 6 മന്ത്സിൽ നമുക്ക് ഉണ്ടായ അസുഖങ്ങൾ, ഇതെല്ലാം നോക്കും. എന്നിട്ടാണ് നമുക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ലേന്ന് ഇവിടുത്തെ ഡോക്ടർ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് HB കുറവായിരിക്കും. അപ്പോൾ എനിക്ക് HB കുറവായിരുന്നു, ആർഷയ്ക്ക് ഉറക്കം കുറവായിരുന്നു, ആൽബിന് കൊടുക്കാൻ പറ്റിയില്ല. എന്തായിരുന്നു കാരണം? അങ്ങനെയല്ലോ. അപ്പം ഞങ്ങൾക്ക് ആർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇനി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. HB കുറവാന്നാണ് തോന്നുന്നത്. അന്ന് വന്നപ്പോൾ HB കുറവായിരുന്നു. അപ്പോൾ ശരി, ഇതാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ട കുറച്ച് ക്രൈറ്റീരിയകൾ. ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എത്ര വയസ്സ് വേണം, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, പാസ്റ്റ് 1 വർഷം സർജറി വല്ലതും ചെയ്തിട്ടുണ്ടോ, പ്രഗ്നൻ്റ് ആണോ, അങ്ങനെ ഇവിടെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് നോക്കാം. നമ്മളോട് ഇത് വായിക്കാൻ പറഞ്ഞു. ഇതാണ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാഗിലാണല്ലോ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അത് വരുന്ന പാക്കേജാണിത്. ഇതിലാണ് ആ ബാഗ് വരുന്നത്. ഇതിൽ 3 അങ്ങനത്തെ ബാഗ് വരും. ഇതിനകത്തുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൽ വരുന്ന ആൻറ്റി കൊയാഗുലൻ്റ് സിട്രേറ്റ് ഫോസ്ഫേറ്റ് എക്സ്ട്രോസ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളോട് ഇതൊക്കെ വായിക്കാൻ പറഞ്ഞു. നമ്മളിത് വായിക്കുന്നതേ ഉള്ളൂ. ഇതിൽ 350ൻ്റെ 3 ബാഗാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബാഗ്, അത് തന്നെയാണ് ഇതിനുള്ളിൽ വരിക. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇതൊക്കെ വായിക്കാൻ പറഞ്ഞു. നമ്മളിത് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ.
ഈ റൂമിലാണ് ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻ്റ് കിടക്കുന്നത്. കുറച്ച് നേരം ഡോണറിനെ ഇവിടെ, പേഷ്യൻ്റ് അല്ല സോറി ഡോണറാണ്, ഡോണറിനെ ഇവിടെ കിടത്തി അവരൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ബ്ലഡ് കൊടുത്തതാണല്ലോ അവരിത്ര. എന്നിട്ട് ആ ജ്യൂസൊക്കെ കണ്ടോ, ആ ജ്യൂസും വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ, അത് നമുക്ക് എടുക്കില്ല, അതൊക്കെ നമ്മുടെ ഡോണറിന് കൊടുക്കും. അതാണ് ഈ റൂം. നല്ല റൂമാണ്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്. ഇതേതാ മാസാ, അതുണ്ട്, സ്ലൈസ് ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജിനുള്ളിലും ഉണ്ടല്ല, ഈ ഫ്രിഡ്ജിനുള്ളിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ, എടുത്ത് വെച്ചില്ല എന്ന് തോന്നുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇതൊക്കെ വേണമെന്നാണ് ആഗ്രഹം. എനിക്കില്ല കേട്ടോ. ആ, എന്നെ കൊണ്ട് ബ്ലഡ് കൊടുപ്പിച്ചിട്ട് ഇത് കിട്ടുമല്ലോ എനിക്ക്, അത് ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കണമെന്ന്. എന്തൊരു ഫ്രണ്ട്സാണ് ഇവർ, എന്താണ് ഇവർ. ബ്ലഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇത് ഞാനായിട്ട് വായിച്ച് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിക്കുക. ഇതിലാണ് ഡോണർ കിടക്കുന്നത്. ഇതാണ് ബ്ലഡ് കളക്ഷൻ മോണിറ്റർ. പിന്നെ ആ ബോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ പണിയെടുത്ത് കുഴഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഗൈസ്, ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഇന്നലെ എത്നിക് ഡേ നടത്തിയ ഓഡിറ്റോറിയമാണിത്. അവിടെ ഇന്നലെ നമ്മൾ കുളമാക്കിയിട്ടത് വൃത്തിയാക്കാൻ പറഞ്ഞു. ഈ ആളുകൾ ഇവിടെ വൃത്തിയാക്കാണ്ടിരിക്കുക, അങ്ങനെ പറയണി കൊള്ളാം. രണ്ട് കസേര ഒരു കുപ്പി എടുത്ത് ഞാൻ. അതിനെന്തുവാ, പാർട്ട്ണർഷിപ്പ് അല്ലേ? ഏതോ ഒരു കുപ്പി ചുമന്നുകൊണ്ട് ഒരു വേസ്റ്റ് ബിൻ കണ്ടുപിടിച്ച് മാത്രം നമ്മൾ ചെയ്യും. സച്ച് എ ഗുഡ് ഗേൾ. ഇവിടെ എല്ലാവരും പണിയെടുക്കാണ്. നമ്മളിപ്പോ വീട്ടിൽ ഊണ് കഴിക്കാൻ പോവാണ്. അയ്യോ, എന്തോ ട്രബിൾ ഉണ്ട് ഇവിടെ. ആള് നിറഞ്ഞെന്ന് തോന്നുന്നു. ഹായ് പട്ടി. ഗൈസ്, ഇവിടെ ക്യൂ ആണ് ഗൈസ്. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞേ, നേരത്തെ വിളിച്ച് പറയണമെന്ന്. ഇവിടെ ക്യൂ ആണ്. ഇവിടെയാണ് വീട്ടിൽ ഊണ് കിട്ടുന്നത്. ഗൈസ്, വീട്ടിൽ ഊണ് കിട്ടിയില്ല. വീട്ടിലെ ഊണ് തീർന്നു പോയി. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിലോട്ട് പോവാണ്. രണ്ട് കുട്ടികൾ ഇവിടെ കടി വിടുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോവാണ്. ഇത് ഇന്നലത്തെ എത്നിക് ഡേക്ക് കൊണ്ടുവന്ന ലഗേജാണ്, സാരി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ.